നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണമെന്ന മലപ്പുറം DDE ഇറക്കിയ ഉത്തരവ് വിവാദമായതും പിൻവലിച്ചതുമൊക്കെ വളരെ വിവാദമായ സംഭവങ്ങളാണ്. സംസ്ഥാന സർക്കാർ കേരള ഹൈക്കോടതിയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കില്ല എന്ന് അറിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും നാം അറിഞ്ഞ കാര്യങ്ങളാണ്. കുട്ടികളെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കിയതടക്കമുള്ള വാർത്തകൾ നാം അറിഞ്ഞതാണ്. ഇപ്പോൾ ഇതാ സമാനമായ ഒരു വിവാദത്തിൽ പ്രധാനമന്ത്രി അകപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റോഡ് ഷോയും പ്രചാരണ പരിപാടിയും ഒക്കെയായി സജീവമാണ് പ്രധാനമന്ത്രി. എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹം ഓടിയെത്തുന്നുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് അദ്ദേഹം ഒരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കോയമ്പത്തൂർ റോഡ് ഷോയിൽ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചത് വിവാദമായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഹെഡ് മാസ്റ്ററിനെതിരെ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പാണ് നിർദ്ദേശം നൽകിയത്. കുട്ടികൾക്കൊപ്പം പോയ അധ്യാപകർക്കെതിരെയും നടപടിയെടുക്കാനും നിർദ്ദേശം നൽകി. 24 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് DEO നിർദ്ദേശിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തുടങ്ങിയ സായിബാബ കോളനി ജംഗ്ഷനിൽ സ്കൂൾ യൂണിഫോം ധരിച്ചും ഹനുമാനായി വേഷമിട്ടും 50ഓളം വിദ്യാർത്ഥികളാണ് അധ്യാപകർക്കൊപ്പം എത്തിയത്. ഇത് വലിയ വിവാദമായിരുന്നു. ശ്രീ സായിബാബ വിദ്യാലയ അധികൃതർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത് എന്നായിരുന്നു വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയ DEO കുട്ടികളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത് എന്ന ചട്ടം ലംഘിക്കപ്പെട്ടതായി റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഹെഡ് മാസ്റ്റർക്കും കുട്ടികൾക്കും ഒപ്പം പോയ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 24 മണിക്കൂറിനകം നടപടിയെടുത്ത് റിപ്പോർട്ട് നൽകാനും സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി R. മുത്തരസൻ പ്രതികരിക്കുകയും ചെയ്തു. അതേസമയം റോഡ് ഷോയുടെ സമാപനത്തിൽ 1998 ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവർക്ക് മോദി ആദരമർപ്പിച്ചതിനെതിരെ DMK രംഗത്തെത്തിയിരിക്കുകയാണ്. ഗുജറാത്ത് കലാപത്തിൽ മരിച്ചവർക്ക് മോദി ആദരം അർപ്പിക്കുമോ എന്നാണ് പാർട്ടി വക്താവ് ശരവണൻ അണ്ണാദുരൈയുടെ ചോദ്യം. തെരഞ്ഞെടുപ്പ് സമയത്തെ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ തമിഴ്നാട്ടിൽ വിജയിക്കില്ല എന്ന് DMK IT വിംഗും പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും വലിയ വിവാദമായിരിക്കുകയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ സാധാരണമാണ്. വാട്സാപ്പിലെ മോദിയുടെ വികസിത ഭാരത് സമ്പർക്ക് സന്ദേശത്തിലും വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. വാട്സാപ്പ് സന്ദേശത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സ്ഥാനാർത്ഥിയായിരിക്കെ മോദിയുടെ പേരിൽ അയച്ച സന്ദേശം ചട്ടലംഘനമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. മൊബൈൽ നമ്പറുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും എത്ര മൊബൈൽ നമ്പറുകളിലേക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചുവെന്ന് വെളിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് തൃണമൂൽ IT മന്ത്രാലയത്തെ സമീപിച്ചു. തനിക്ക് വാട്സാപ്പിൽ കിട്ടിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണെന്നും സർക്കാരിന് എങ്ങനെ തന്റെ നമ്പർ കിട്ടിയെന്ന് പറയണമെന്നും കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ആവശ്യപ്പെട്ടു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇത്തരത്തിലുള്ള വിവാദങ്ങളും ഒക്കെ ഉടലെടുക്കുന്നുണ്ട് നേതാക്കന്മാരുടെ പേരിൽ. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു വിവാദം, കുട്ടികളെ പങ്കെടുപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എന്താണ് നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.